നമസ്കാരം. ഭാരതീയ ചിന്താധാരയുടെ ഈറ്റില്ലമായ കേരളം ഇന്ന് ഒരു വലിയ വഴിത്തിരിവിലാണ്. ആദികവി വാൽമീകി രാമായണത്തിലൂടെ കാണിച്ചുതന്ന ആദർശങ്ങളും ശ്രീകൃഷ്ണൻ ഭഗവദ്ഗീതയിലൂടെ നൽകിയ കർമ്മസന്ദേശവും നമ്മുടെ മണ്ണിൽ വീണ്ടും ചർച്ച ചെയ്യപ്പെടേണ്ട കാലമാണിത്. ഐക്യമില്ലായ്മ എന്ന ശാപം നമ്മുടെ സാമൂഹിക പിന്നോക്കാവസ്ഥയുടെ പ്രധാന കാരണം അനൈക്യം തന്നെയാണ്. മഹാഭാരതത്തിലെ ഒരു സന്ദർഭം ഓർക്കുക. കൗരവരും പാണ്ഡവരും തമ്മിൽ തർക്കമുണ്ടായിരുന്നു. എന്നാൽ ഗന്ധർവന്മാർ കൗരവരെ ആക്രമിച്ചപ്പോൾ യുധിഷ്ഠിരൻ പറഞ്ഞു, നമ്മൾ തമ്മിൽ വഴക്കിടുമ്പോൾ ഞങ്ങൾ 5 പേരും നിങ്ങൾ 100 പേരുമാണ്. എന്നാൽ പുറത്തുനിന്ന് ഒരാൾ ആക്രമിക്കാൻ വന്നാൽ നമ്മൾ 105 പേരാണ്. ഇന്ന് കേരളത്തിലെ ഹിന്ദുക്കൾക്ക് ഇല്ലാത്തത് ഈ ബോധമാണ്. നമ്മൾ ജാതിയുടെയും രാഷ്ട്രീയത്തിന്റെയും പേരിൽ 105 കഷണങ്ങളായി നിൽക്കുന്നു. അതുകൊണ്ടാണ് നമ്മുടെ ശബ്ദം ആരും കേൾക്കാത്തത്. ഒരു ചെറിയ വിരൽ ഒടിക്കാൻ എളുപ്പമാണ്, എന്നാൽ 5 വിരലുകൾ ചേർന്ന് ഒരു മുഷ്ടിയായാൽ അതിന് ശക്തി കൂടും. മതപരമായ പിന്നോക്കാവസ്ഥയും അറിവില്ലായ്മയും. സ്വന്തം ധർമ്മത്തെക്കുറിച്ച് അറിവില്ലാത്തതാണ് നമ്മുടെ മറ്റൊരു തകർച്ച. ഇന്ന് പല ഹൈന്ദവ ഭവനങ്ങളിലും ഭാഗവതമോ രാമായണമോ ഇല്ല. പകരം സീരിയലുകളും സോഷ്യൽ മീഡിയയുമാണ് സ്ഥാനം പിടിച്ചിരിക്കുന്നത്. വിദേശ രാജ്യങ്ങളിൽ നമ്മുടെ യോഗയും ഭഗവദ്ഗീതയും വലിയ ആവേശത്തോടെ പഠിക്കപ്പെടുമ്പോൾ ഇവിടെയുള്ള ഹിന്ദു യുവാക്കൾക്ക് ദശാവതാരം ഏതാണെന്ന് പോലും അറിയില്ല. സനാതന ധർമ്മം കേവലം വഴിപാടുകളിലല്ല, മറിച്ച് ജീവിത രീതിയിലാണെന്ന് നമ്മൾ തിരിച്ചറിയണം. ക്ഷേത്രങ്ങൾ വെറും കെട്ടിടങ്ങളല്ല, അവ നമ്മുടെ സാംസ്കാരിക സർവകലാശാലകളാവണം. നമ്മുടെ ആഘോഷങ്ങൾ ഇന്ന് വെറും കച്ചവടമായി മാറുന്നു. ഓണവും വിഷുവും അതിന്റെ ആത്മീയത നഷ്ടപ്പെട്ട് വെറും മദ്യപാനത്തിനുള്ള അവസരങ്ങളായി മാറുന്നത് സങ്കടകരമാണ്. നമ്മുടെ വസ്ത്രധാരണത്തിലും സംസാരത്തിലും അന്യമായ സംസ്കാരങ്ങൾ കടന്നുകൂടുന്നു. സ്വന്തം പാരമ്പര്യത്തെ പുച്ഛിക്കുന്നത് പുരോഗമനമായി കാണുന്ന ഒരു വിഭാഗം നമ്മുടെ ഇടയിൽ വളർന്നുവരുന്നു. ഇതിനെ പ്രതിരോധിക്കാൻ ബാലസംസ്കാര കേന്ദ്രങ്ങൾ ഓരോ ഗ്രാമത്തിലും വേണം. ലവ് ജിഹാദ് എന്ന വിഷയം കേരളീയ സമൂഹത്തിൽ ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ്. സൗഹൃദത്തിന്റെയോ പ്രണയത്തിന്റെയോ മറവിൽ ബോധപൂർവമായ മതപരിവർത്തനങ്ങൾ നടക്കുന്നുണ്ടെന്ന ആരോപണമാണ് ലവ് ജിഹാദ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. സാംസ്കാരികമായ സ്വത്വം നിലനിർത്താൻ ആഗ്രഹിക്കുന്ന ഒരു സമൂഹത്തിൽ ഇത്തരം ചർച്ചകൾ സ്വാഭാവികമായും വലിയ ആശങ്കകൾ ഉണ്ടാക്കുന്നുണ്ട്. മക്കൾ തങ്ങളിൽ നിന്നും തങ്ങളുടെ വിശ്വാസങ്ങളിൽ നിന്നും സംസ്കാരത്തിൽ നിന്നും അകന്നുപോകുന്നതിലുള്ള മാതാപിതാക്കളുടെ ആദി നമ്മൾ ഒരുപാട് കണ്ടതാണ്. വൈകാരികമായ കെണികളിൽ അകപ്പെട്ട് സ്വന്തം കുടുംബത്തെയും പശ്ചാത്തലത്തെയും തള്ളിപ്പറയുന്ന സാഹചര്യം പല കുടുംബങ്ങളിലും വലിയ ആഘാതങ്ങൾ സൃഷ്ടിക്കുന്നു. ഇന്ത്യൻ ഭരണഘടനയനുസരിച്ച് 18 വയസ്സ് തികഞ്ഞ ഏതൊരു വ്യക്തിക്കും തനിക്ക് ഇഷ്ടപ്പെട്ട മതം തെരഞ്ഞെടുക്കാനും ഇഷ്ടമുള്ള വ്യക്തിയെ വിവാഹം കഴിക്കാനുമുള്ള അവകാശമുണ്ട്. എന്നാൽ ഈ സ്വാതന്ത്ര്യം ദുരുപയോഗം ചെയ്യപ്പെടുന്നു. വഞ്ചനയിലൂടെയോ ഭീഷണിയിലൂടെയോ മതപരിവർത്തനത്തിന് പ്രേരിപ്പിക്കുകയോ ചെയ്യുന്നുണ്ടോ എന്നതാണ് പ്രധാന ചോദ്യം. പ്രണയത്തിന് അപ്പുറം മറ്റെന്തെങ്കിലും ലക്ഷ്യങ്ങൾ, അതായത് ഉദാഹരണത്തിന് തീവ്രവാദ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ നിർബന്ധിത മതപരിവർത്തനം ഒളിഞ്ഞിരിപ്പുണ്ടോ എന്ന് തിരിച്ചറിയാൻ യുവതലമുറയ്ക്ക് സാധിക്കണം. സമുദായങ്ങൾ തമ്മിലുള്ള ഐക്യം തകർക്കാൻ ഇത്തരം വിഷയങ്ങൾ കാരണമാകരുത് എന്നതും പ്രധാനമാണ്. വിശ്വാസവും പ്രണയവും വ്യക്തിപരമായ കാര്യങ്ങളാണ്. എന്നാൽ അത് വഞ്ചനയിലൂടെ മറ്റൊരാളുടെ മേൽ അടിച്ചേൽപ്പിക്കപ്പെടുമ്പോഴാണ് അത് പ്രശ്നമാകുന്നത്. പരസ്പര ബഹുമാനത്തിലധിഷ്ഠിതമായ ഒരു സമൂഹമാണ് നമുക്ക് വേണ്ടത്. കുടുംബങ്ങളിൽ തുറന്ന സംസാരങ്ങളും മക്കൾക്ക് ശരിയായ ബോധവൽക്കരണവും നൽകുക വഴി പല തെറ്റിദ്ധാരണകളും അപകടങ്ങളും ഒഴിവാക്കാൻ സാധിക്കും. നമ്മുടെ ഹിന്ദു സമൂഹത്തിലെ സാമ്പത്തിക പിന്നോക്കാവസ്ഥയും സേവനവും. പുരാണത്തിലെ രന്തിദേവൻ എന്ന രാജാവിനെ ഓർക്കുക. താൻ വിശന്നിരിക്കുമ്പോഴും തന്റെ മുന്നിൽ വന്ന വിശക്കുന്നവന് ഭക്ഷണം നൽകിയ മഹാനാണദ്ദേഹം. ഇന്ന് കേരളത്തിലെ പല സാധാരണ ഹിന്ദു കുടുംബങ്ങളും കടുത്ത ദാരിദ്ര്യത്തിലാണ്. മക്കളുടെ വിവാഹം നടത്താനോ ചികിത്സക്കോ വഴിയില്ലാതെ ബുദ്ധിമുട്ടുന്നവർ. ഇവർക്ക് താങ്ങാവേണ്ടത് നമ്മുടെ ക്ഷേത്ര സമിതികളും സമ്പന്നരായ വ്യക്തികളുമാണ്. ക്രിസ്ത്യൻ മുസ്ലിം സഹോദരങ്ങൾ അവരുടെ സമുദായത്തിന് നൽകുന്ന ആ ഒരു സാമ്പത്തിക സുരക്ഷ നമുക്കില്ല. ഇത് പരിഹരിക്കാൻ ഓരോ ഗ്രാമത്തിലും ഒരു ധർമ്മനിധി രൂപീകരിക്കണം. ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞത് സംഘടന കൊണ്ട് ശക്തരാകുവിൻ എന്നാണ്. നമ്മൾ ഒരുമിക്കണം. നമ്മുടെ കുട്ടികളെ ധർമ്മം പഠിപ്പിക്കണം. അയൽപക്കത്തുള്ള ഹിന്ദു സഹോദരൻ പട്ടിണിയിലാണോ എന്ന് അന്വേഷിക്കണം. നമുക്ക് വേണ്ടത് വിദ്വേഷമല്ല, മറിച്ച് ആത്മാഭിമാനമാണ്. കടലിൽ പണ്ട് രാമസേതു പണിയുമ്പോൾ ആ ചെറിയ അണ്ണാൻ കുഞ്ഞ് ചെയ്ത സഹായം പോലെ ഓരോരുത്തരും തങ്ങളാൽ കഴിയുന്ന രീതിയിൽ ഈ സമൂഹത്തെ ഉയർത്താൻ പരിശ്രമിക്കണം. എഴുന്നേൽക്കൂ, ഉണരൂ, ലക്ഷ്യപ്രാപ്തി വരെ അധ്വാനിക്കൂ എന്ന് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞു. ഇന്ന് അതാണ് ഹിന്ദുവിന് വേണ്ടത്. അതായത് എഴുന്നേൽക്കൂ, ഉണരൂ, ലക്ഷ്യപ്രാപ്തി വരെ അധ്വാനിക്കൂ. നമസ്കാരം. ഹിന്ദുക്കളുടെ പ്രശ്നങ്ങൾ മാത്രം പറയുന്ന ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോകൾ ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ആയി രേഖപ്പെടുത്തുക.